Hi students, welcome back. So in the last section, we discussed Maxwell's distribution curve about the velocity of gases. Okay, so we discussed the different types of velocities and Maxwell's distribution on molecular velocities. Okay, in this section, we are going to discuss what are the different types of velocities. So today's portion is types of velocities of gases. Okay, what are the different types of velocities? So, in the last section, we already പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്. നമ്മളിപ്പോൾ ഒരു സാമ്പിൾ ഓഫ് ഗ്യാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിൽ ഒരു സാമ്പിൾ ഓഫ് ഗ്യാസ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് കുറേ മോളിക്യൂൾസ് ഉണ്ടാവും, ഒത്തിരി മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാമ്പിൾ ഓഫ് ഗ്യാസിലെ മോളിക്യൂൾസ് എല്ലാം സെയിം ടെമ്പറേച്ചറിലാണെങ്കിൽ തന്നെയും ഈവൻ ദെൻ ദ സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വോണ്ട് ബി ദ സെയിം. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള എല്ലാ മോളിക്യൂൾസും ഒരേ സ്പീഡിൽ മൂവ് ചെയ്ത് പോകണമെന്നില്ല. ഗ്യാസ് മോളിക്യൂൾസ് മേ ഹാവ് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ലാസ്റ്റ് ക്ലാസ്സിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഒരു 100 മോളിക്യൂൾസിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനൊരു സാമ്പിൾ ഓഫ് ഗ്യാസിൽ 10 മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഒരു സാമ്പിൾ ഓഫ് ഗ്യാസ് ഉണ്ട്. ആ സാമ്പിളിനകത്ത് ദർ ആർ 10 ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ, ഈ 10 ഗ്യാസ് മോളിക്യൂൾസും ഡിഫറെൻറ്റ് വെലോസിറ്റിയിലാവാം. ചിലപ്പോൾ 2 മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി സെയിം ആവാം, 3 മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി സെയിം ആവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാമ്പിൾ ഓഫ് ഗ്യാസിൽ സപ്പോസ് ദർ ആർ 10 മോളിക്യൂൾസ്. ഔട്ട് ഓഫ് ദിസ് 10 മോളിക്യൂൾസ് 2 മോളിക്യൂൾസ് ഹാവ് വെലോസിറ്റീസ് 1 centimeter per second. Then 4 molecules have velocities 1.5 centimeter per second. Okay, then 1 molecule possesses velocity 2.5 centimeter per second. Then 3 molecules possess velocity 1.1 centimeter per second. So total we have 10 molecules, and ഈ 10 molecules ഓരോ മോളിക്യൂൾസും ഡിഫറെൻറ്റ് രീതിയിലാണ് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റീസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമ്മളതിൽ ഒരു ടൈപ്പ് ഓഫ് വെലോസിറ്റീസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ദാറ്റ് ഈസ് നമ്മളിങ്ങനെ പറയാം UMP, ദാറ്റ് ഈസ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ആ വേർഡിൽ തന്നെയുണ്ട് മോസ്റ്റ് പ്രോബബിൾ. ദാറ്റ് ഈസ് നമുക്കിപ്പോൾ ഒരു സാമ്പിൾ ഓഫ് ഗ്യാസ് എടുത്താൽ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള, അല്ല ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള വെലോസിറ്റി ഏതാണോ ആ വെലോസിറ്റി എന്ന് പറയുന്ന പേരാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. അതായത് ഒരു സാമ്പിൾ ഓഫ് ഗ്യാസ് എടുത്താൽ ആ സാമ്പിൾ ഓഫ് ഗ്യാസിൽ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസിനുള്ള വെലോസിറ്റി ഏതാണോ ദാറ്റ് വെലോസിറ്റി ഈസ് നോൺ ആസ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇറ്റ് ഈസ് ദി വെലോസിറ്റി പൊസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇപ്പം നമ്മൾ ടെക്സ്റ്റിനകത്തും നിങ്ങൾ NCERT ടെക്സ്റ്റിലും ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നതിന് പകരം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്നാണ് ആക്ച്വലി പറയാം. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്, അതായത് മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഈ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ എങ്ങനെ കാണുന്നു നമ്മൾ പറഞ്ഞു. അതായത് ഇപ്പോൾ 1 centimeter per second വെലോസിറ്റിയുള്ള 2 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പൊസസിങ് വെലോസിറ്റി 1 centimeter per second വിൽ ബി 2/10. ഓക്കെ, അപ്പോൾ 2 centimeter per second വെലോസിറ്റി ഉള്ള 2 മോളിക്യൂൾ ഉണ്ടെങ്കിൽ ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പൊസസിങ് 2, ദാറ്റ് ഈസ് 1 centimeter per second വെലോസിറ്റി വിൽ ബി 2/10. ക്ലിയർ ആയല്ലോ? അപ്പോൾ 1.5 centimeter per second വെലോസിറ്റിയിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 4. ദാറ്റ് മീൻസ് 4 മോളിക്യൂൾസ് ഔട്ട് ഓഫ് 10. മീനിങ് ഏതാ? 4 മോളിക്യൂൾസ് ഔട്ട് ഓഫ് 10 പൊസസ് വെലോസിറ്റി 1.5 centimeter per second. അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസിനുള്ള വെലോസിറ്റി അല്ലെങ്കിൽ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. അപ്പോൾ ഇറ്റ് ഈസ് എ വെലോസിറ്റി പൊസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. വെലോസിറ്റി നമ്പർ 1 എന്താ പേര്? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ക്ലിയർ? നമ്മളിങ്ങനെയൊക്കെ തിയററ്റിക്കലി ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്ക് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുല ഉണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2RT/m. Okay, square root of 2RT/m. R is the gas constant, നമുക്കറിയാം. T absolute temperature at which the gas is present. M molar mass of gas. അപ്പോൾ ഗ്യാസിൻ്റെ മോളാർ മാസ് കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കുറയും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വെയിറ്റ് കൂടുന്നതനുസരിച്ച്, ദാറ്റ് ഇസ് മാസ് കൂടുന്നതനുസരിച്ച് മൂവിങ് കപ്പാസിറ്റി കുറയും, വെലോസിറ്റി കുറയും.
അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കൂടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇറ്റ് ഈസ് 2RT/m. 1 മോൾ ഓഫ് ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്തായിരുന്നു? PV = nRT. If we are considering 1 mole of gas, then PV is equal to RT. So we can again write square root of 2PV/m. Clear? This is again equal to, what is mass by volume? Density. Mass by volume is density. This is molar mass. Molar mass by volume is molar density. It is the density of 1 mole of gas. Now, I am mass by volume density. This is volume by mass. That will be 1 by density. So it is again equal to square root of 2P/d. Clear? 2RT/m, 2PV/m, or it is equal to square root of 2P/d. Again, what is R/m? Sorry, what is R/Na? We last class discussed this. Molar mass is equal to, molar mass of a gas is equal to Avogadro number into m. Okay, that is molar mass എന്ന് പറഞ്ഞാൽ 1 mole of gas ന്റെ mass ആണ്. m ഒരു single gas molecule mass എന്ന് എടുക്കുക. If m is a mass of a single gas molecule, Na is the Avogadro number, then Avogadro number of gas molecule mass എന്തായി? Molar mass. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാനിവിടെ മോളാർ മാസിന് പകരം Na into m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, എമ്മിന് പകരം മോളാർ മാസിന് പകരം ദിസ് മോളാർ മാസ് ഇസ് Avogadro number into m എന്നാണ്, വേർ m is mass of a single gas molecule. ക്ലിയർ? അപ്പോൾ നമ്മളിതിന് NaM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ R/Na എന്തായി? എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എന്താണ് R/Na? ഇറ്റ് ഈസ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ബൈ Avogadro number. ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ കറസ്പോണ്ടിങ് ഗ്യാസ് കോൺസ്റ്റൻറ്റിന് പറയുന്ന പേരാണ് ബോൾട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്. K പഠിച്ചിട്ടുള്ള വാല്യൂ എന്താണ്? 1.38 × 10⁻⁻23 J/Kelvin/molecule. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ. അപ്പോൾ ഞാനിതിനെ 2RT/m എന്നതിന് പകരം 2RT/Na × m എന്ന് എഴുതിയാൽ R/Na becomes Boltzmann's constant. So it is again equal to square root of 2R പോയി, R ന് പകരം എന്താ വരിക? KT/m. Okay, ഇവിടെ R is gas constant, is corresponding to 1 mole. ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ it is 2 KT/m, where K is Boltzmann's constant and m is a mass of a single gas molecule. So these are the formula to calculate most probable velocity. Square root of 2RT/m, 2PV/m, 2P/d, where d is the molar density, density of 1 mole of a gas, 2K/T, where K is Boltzmann's constant. Clear ആണല്ലോ? This is most probable velocity. It is a velocity possessed by maximum number or maximum fraction of molecules. We are moving to the second type of velocity. That is, ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കോ, 2 molecules velocity 1 cm/s, 4 molecules 1.5 cm/s, 1 molecule 2.53. അപ്പോൾ നമ്മൾ ആ ഗ്യാസിൻ്റെ ഒരു സിംഗിൾ വെലോസിറ്റി പറയണമെങ്കിൽ we have to express these velocity in terms of average. അല്ലേ? That is 2, 4, 1, 3. അപ്പോൾ ടോട്ടൽ 10 molecules ഉണ്ട്. ആ 10 molecules വെലോസിറ്റി 1, 1.5, 2.5, 1.1. അപ്പോൾ നമ്മളെങ്ങനെ വെലോസിറ്റി ആവറേജ് കാൽക്കുലേറ്റ് എങ്ങനെയാണ്? 2 × 1 പ്ലസ് 4 × 1.5, 1 × 2.5, 3 × 1.1. That will become total velocity divided by total number of molecules. Okay? അപ്പോൾ എല്ലാ മോളിക്യൂൾസിൻ്റെയും വെലോസിറ്റീസിൻ്റെ ആവറേജ് എടുത്താൽ that becomes average velocity. That is the second type of velocity. Okay? അപ്പോൾ velocity number 2, it is average velocity. Most probable velocity, average velocity. അപ്പോൾ എന്താണ് average velocity? It is the velocity, sorry, it is the average of all the velocities of gas molecules. അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾ, ഒരു സാമ്പിളിലെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എല്ലാവരുടെയും വെലോസിറ്റീസിൻ്റെ ആവറേജിന് പറയുന്ന പേരാണ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: U average is equal to U1 plus U2 plus U3 plus etc. plus UN if there are n molecules. ഓരോ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി U1 plus U2 plus U3 plus etc. എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത്രയും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഈ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. n നമ്പർ ഓഫ് മോൾസ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതുക: U1 plus U2 plus U3 plus etc. plus UN, that is
velocity of nth molecule divided by total number of molecules n. ഇതാണ് ആവറേജ് വെലോസിറ്റി. എന്താണെന്ന് മനസ്സിലായാലോ? ഇറ്റ് ഈസ് ദി ആവറേജ് ഓഫ് ഓൾ ദ വെലോസിറ്റീസ് പെർസിസ്റ്റഡ് ബൈ ഗ്യാസ് മോളിക്യൂൾസ്. തിയറിറ്റിക്കലി നമ്മൾ ഇങ്ങനെ പറയാം. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ യു ആവറേജ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 8 RT by pi m. ഓക്കെ, ഇതാണ് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല. അപ്പോൾ 8 RT by pi m. നമ്മൾ ഇവിടെ എഴുതിയ മാതിരിയൊക്കെ ഇതിനെ റീറൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ പറയാം നമുക്ക്? ഇറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 mole കൺസിഡർ ചെയ്താൽ ഫോർ 1 mole RT is equal to PV. So you can again write it is 8 PV by m. Okay, it is again equal to V by m, that is 1 by density, square root of 8 P by D. It is again equal to നമ്മൾ 1 molecule കൺസിഡർ ചെയ്താൽ R by ഇവിടെ പറഞ്ഞാൽ മതി R by n എന്തായി? ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻ്റ് ആയി. ഇറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 8 KT by m. Okay, this is average velocity. Okay, now we are moving to the third type of velocity. It is known as root mean square velocity. Third one, root mean square velocity, that is RMS velocity. നമ്മളത് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞപ്പോൾ പി വി ഇസ് ഈക്വൽ ടു 1/3 mn സ്ക്വയർ എന്ന ഫോർമുല പറഞ്ഞു. പി വി ഈക്വൽ ടു 1/3 mn സ്ക്വയർ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അതിൽ യു എന്തായിരുന്നു? ഇറ്റ് ഈസ് RMS വെലോസിറ്റി, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. ഓക്കെ, എന്താണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി നോക്കിക്കോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു U1 ഉണ്ട്, U2 ഉണ്ട്, U3 ഉണ്ട്. ദാറ്റ് ഈസ് ഓരോ മോളിക്യൂളിൻ്റെ വെലോസിറ്റിയാണ്. ഇഫ് ദർ ആർ n മോളിക്യൂൾസ്, ഇപ്പോൾ n മോളിക്യൂൾസ് ഉണ്ട്, ഓരോന്നിൻ്റെ വെലോസിറ്റി U1, U2, U3 എന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. RMS വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അല്ല, RMS വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓരോ ഗ്യാസ് മോളിക്യൂൾസിൻ്റെയും വെലോസിറ്റി ഇവിടെ നോക്കിക്കോ. ടേംസ് എന്തൊക്കെയാണ്? റൂട്ട്, മീൻ, സ്ക്വയർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്ക്വയർ അപ്പ് ദ വെലോസിറ്റീസ് ഓഫ് ഗ്യാസ്. ഓരോ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റീനെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, സ്ക്വയർ ചെയ്ത ശേഷം അതിൻ്റെ മീൻ, ദാറ്റ് ഈസ് ആവറേജ് എടുക്കുക. അപ്പോൾ വെലോസിറ്റീസിൻ്റെ സ്ക്വയറിൻ്റെ ആവറേജ്, എന്നിട്ട് ആവറേജിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. പറഞ്ഞാൽ മനസ്സിലായാലോ? സ്ക്വയർ റൂട്ട് എടുക്കുക, അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ആവറേജിൻ്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ that becomes root mean square velocity. അപ്പോൾ we can say root mean square velocity is the square root of, okay, the average of the squares of velocity possessed by gas molecules. Gas molecules in the velocities in the square in the average in the square root. Okay, square in the average എടുക്കുക, ആ average in the square root. So it is the square root of the average of or the mean of the squares of velocities of gas molecule is known as our RMS velocity. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. URMS is equal to square root of എന്തിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണ്ടേ? സ്ക്വയറിൻ്റെ ആവറേജ്. അപ്പോൾ സ്ക്വയേഴ്സ് എടുക്കുക, U1 സ്ക്വയർ പ്ലസ് U2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് UN സ്ക്വയർ, അതിൻ്റെ ആവറേജ്. ഓക്കെ, അപ്പോൾ സ്ക്വയേഴ്സ് എടുത്തു, സ്ക്വയേഴ്സിൻ്റെ ആവറേജ് എടുത്തു, ആ സ്ക്വയറിൻ്റെ ആവറേജിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു. ഇതെന്തായി? RMS വെലോസിറ്റി, URMS ആയി. അപ്പോൾ അത് തിയററ്റിക്കലിയാണ്. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ URMS is equal to square root of 3 RT by m. ഇതാണ് RMS വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല. സ്ക്വയർ റൂട്ട് ഓഫ് 3 RT by m. അവിടെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് വീണ്ടും എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 KT by small m, Boltzmann's constant, mass of a single gas molecule, again equal to for 1 mole it is equal to 3 PV by m, or it is again equal to square root of 3P by D. Okay, so we have seen 3 types of velocities: most probable velocity, average velocity,
റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. അപ്പോൾ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പൊസസ് ചെയ്യുന്ന വെലോസിറ്റിയാണ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ആ സാമ്പിൾ ഓഫ് ഗ്യാസിലുള്ള എല്ലാ ഗ്യാസ് മോളിക്യൂളിൻ്റെയും വെലോസിറ്റീസിൻ്റെ ആവറേജ് ആണ് ആവറേജ് വെലോസിറ്റി. വെലോസിറ്റീസിൻ്റെ സ്ക്വയറിൻ്റെ ആവറേജിൻ്റെ സ്ക്വയർ റൂട്ടാണ് RMS വെലോസിറ്റി. ക്ലിയർ? അപ്പോൾ മോസ്റ്റ് പ്രോബബിൾ, ആവറേജ്, RMS, ഈ മൂന്ന് പേരും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അത് മൂന്ന് പേരുടെയും റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് നമുക്ക് എന്തൊക്കെയുള്ള ആവറേജ് വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, RMS വെലോസിറ്റി. ഓക്കെ, ഏറ്റവും ലീസ്റ്റ് വെലോസിറ്റിയും ഹയസ്റ്റ് വെലോസിറ്റി ഏതാണെന്ന് നമ്മൾ നോക്കിയാൽ ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല എന്തായിരുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് 8RT/πm. ഓക്കെ, മോസ്റ്റ് പ്രോബബിളോ സ്ക്വയർ റൂട്ട് ഓഫ് 2RT/m. RMS സ്ക്വയർ റൂട്ട് ഓഫ് 3RT/m. ഞാൻ മോളാർ മാസിൻ്റെ ടേമിൽ എടുക്കുകയാണെങ്കിൽ 8RT/πm, 2RT/m, 3RT/m. ഇതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2RT/m. ഓക്കെ, ഹയസ്റ്റ് വെലോസിറ്റിയോ ഇത് 3RT/m, ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 8RT/πm. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ള നമ്പേഴ്സ് നോക്കിക്കോളൂ. 2, 3, 8/π ആണ്. ഓക്കെ, 8/πയുടെ വാല്യൂ നമുക്കറിയാം 3.14. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 2 point something. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി 2 point something. സോ ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ മോസ്റ്റ് പ്രോബബിൾ ആൻഡ് RMS. ബിക്കോസ് വാല്യൂ 2 point something. അപ്പോൾ 2-നേക്കാളും കൂടുതലാണ്, പക്ഷേ 3-നേക്കാളും കുറവാണ്. അപ്പോൾ ഓർഡർ എങ്ങനെ എഴുതുക നമ്മൾ? മോസ്റ്റ് പ്രോബബിൾ ലെസ് ദാൻ ആവറേജ് ലെസ് ദാൻ RMS. ഓക്കെ, ഇത് നമുക്ക് അതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കാം. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഈസ് ടു ആവറേജ് വെലോസിറ്റി ഈസ് ടു RMS വെലോസിറ്റി. ഓക്കെ, റേഷ്യോ എടുക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള സംഭവമൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ RT/m എല്ലാത്തിൽ നിന്നും ക്യാൻസൽ ചെയ്ത് പോയി. ക്ലിയർ? മോസ്റ്റ് പ്രോബബിൾ √2 ഈസ് ടു √8/π ഈസ് ടു √3. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ആൻഡ് RMS വെലോസിറ്റി. ഇപ്പോൾ നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ടേം ദാറ്റ് ഈസ് ഏറ്റവും ലീസ്റ്റ് ഫാക്ടർ ഉണ്ട്, കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് വാല്യൂ √2 ആണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. റേഷ്യോ എടുക്കാൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ദാറ്റ് ഈസ് ഏറ്റവും ലീസ്റ്റ് നമ്പർ കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യും. ഞാൻ √2 കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി 1 ഈസ് ടു √8/π 1.128 ഈസ് ടു 1.224. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഞാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ 1 ഈസ് ടു 1.128 ഈസ് ടു 1.224. ഇതാണ് ഈ മൂന്ന് പേരും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ മോസ്റ്റ് പ്രോബബിൾ ഈസ് ടു ആവറേജ് ഈസ് ടു RMS. റേഷ്യോ എന്താണ്? 1 ഈസ് ടു 1.128 ഈസ് ടു 1.224. ഞാൻ RMS വെലോസിറ്റിയും മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയും തമ്മിലുള്ള കണക്ഷൻ എടുക്കുകയാണെങ്കിൽ URMS ഈസ് ഈക്വൽ ടു ഈ രണ്ട് പേരെയും മാത്രം കണക്ട് ചെയ്താൽ റേഷ്യോ എന്തായിരുന്നു? 1 ഈസ് ടു 1.224 അല്ലേ? മോസ്റ്റ് പ്രോബബിൾ ഈസ് ടു RMS എന്താണ്? 1 ഈസ് ടു 1.224. അപ്പോൾ URMS/U മോസ്റ്റ് പ്രോബബിൾ എടുത്താൽ എന്താ കിട്ടുക? 1.224. അപ്പോൾ നമുക്ക് പറയാം URMS is equal to 1.224 into U most probable. ശരിയല്ലേ? ഇത് URMS/U most probable 1.224/1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ URMS, that is RMS velocity is equal to 1.224 into most probable velocity. ആവറേജ് വെലോസിറ്റിയും മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയും കണക്ട് ചെയ്താൽ റേഷ്യോ എന്താണ്? 1.128 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം U average is equal to, average velocity is equal to 1.128 into U most probable. Relation number 2. ഓക്കെ, അപ്പോൾ ഞാൻ RMSും മോസ്റ്റ് പ്രോബബിളും കണക്ട് ചെയ്തു, ആവറേജും മോസ്റ്റ് പ്രോബബിളും കണക്ട് ചെയ്തു. ഇനിയുള്ളത് എന്താണ്? RMSും ആവറേജും ആണ്. ഈ രണ്ട് പേരും നമ്മൾ റേഷ്യോ എടുത്താൽ URMS/U average ഇറ്റ് ഈസ് ഈക്വൽ ടു 1.224/1.128 ആണ്. ഓക്കെ, അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് URMS ഈസ് ഈക്വൽ ടു 1.028 ഇൻറ്റു U average. ക്ലിയർ?
അപ്പോൾ ഇതാണ് മൂന്ന് വെലോസിറ്റീസിൻ്റെയും റേഷ്യോ, അവർ തമ്മിലുള്ള കണക്ഷൻസ്. RMS മോസ്റ്റ് പ്രോബബിൾ, ആവറേജ് മോസ്റ്റ് പ്രോബബിൾ, RMS ആവറേജ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രോബ്ലം ചോദിക്കാറുണ്ട്, RMS വെലോസിറ്റി തന്നിട്ട് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, ആവറേജ് തന്നിട്ട് RMS കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. ഇനി ഓരോ ടൈപ്സ് വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാൻ പോകുക. അപ്പോൾ ഓരോ വെലോസിറ്റീസിൻ്റെയും ഫോർമുല അറിഞ്ഞിരിക്കണം, റേഷ്യോ അറിയണം, രണ്ടുപേര് തമ്മിലുള്ള കണക്ഷൻസ് പറയണം. ക്ലിയർ ആയിട്ടല്ലോ? നമ്മളിതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുക. ഈ മൂന്ന് വെലോസിറ്റീസിനെയും ഗ്രാഫിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ഒരു മാക്സ്വെൽസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂളും ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂളും കണക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഗ്രാഫ് ഇൻക്രീസ് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ മാക്സിമമായി. ആ മാക്സിമം ഫ്രാക്ഷന് കറസ്പോണ്ടിങ് വെലോസിറ്റി നമുക്ക് എന്ത് വിളിക്കാം? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ദാറ്റ് ഈസ് ദ വെലോസിറ്റി കറസ്പോണ്ടിങ് ടു മാക്സിമം ഫ്രാക്ഷൻ. ഓക്കെ, ദാറ്റ് വെലോസിറ്റി ഈസ് നോൺ ആസ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. അപ്പോൾ ഈ ഗ്രാഫിൽ തന്നെ ഞാൻ RMSഉം ആവറേജും കൂടെ നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ RMS വെലോസിറ്റി ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കല്ലേ വരാം അല്ലേ? ദാറ്റ് ഈസ് മോസ്റ്റ് പ്രോബബിളിനേക്കാളും കൂടുതലാണ് ആവറേജ്, അതിനേക്കാളും കൂടുതലാണ് RMS. റേഷ്യോ 1:1.128:1.224 ആണ്. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ത് വരും? നെക്സ്റ്റ് വരും. So this will be U average. RMS velocity അതിനേക്കാളും കൂടുതലാണ്. ഓക്കെ, so this will be URMS. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ മാക്സ്വെല്ലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കർവ് പറഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ 3 വെലോസിറ്റീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇങ്ങനെയാണ് മാക്സിമം ഫ്രാക്ഷന് കറസ്പോണ്ടിങ് വെലോസിറ്റി എന്താണോ അത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റികളും ഹയർ വെലോസിറ്റിയാണ് ആവറേജ് വെലോസിറ്റി. സോ ആവറേജ് വെലോസിറ്റി വിൽ കം ടു ദ റൈറ്റ് സൈഡ്. അതിനേക്കാളും കൂടുതലാണ് RMS. അപ്പോൾ RMS കുറച്ചുകൂടി റൈറ്റ് സൈഡിലേക്ക് വരും. സോ മോസ്റ്റ് പ്രോബബിൾ, ആവറേജ്, RMS. ഇത് 3 പേരുടെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2020 JEE അഡ്വാൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ മോസ്റ്റ് പ്രോബബിൾ, ആവറേജ്, RMS ആണ്. ഈ 3 പേരുടെ റേഷ്യോ എന്നാണ് ചോദിക്കണേ. പക്ഷെ അവരൊരു ഗ്രാഫ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാഫ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഗ്രാഫിൻ്റെ നേച്ചർ ഇങ്ങനെയാണ്. അവർ ക്വസ്റ്റ്യനിൽ കൊടുത്ത ഗ്രാഫ് ഒരു സിമെട്രിക്കൽ ഗ്രാഫാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ ഗ്രാഫ് തിയറിയും കുറേ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുക. ഗ്രാഫ് സിമെട്രിക്കൽ ആണെങ്കിൽ വെലോസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കലാണ്. ഓക്കെ, അപ്പോൾ സിമെട്രിക്കൽ ഗ്രാഫാണ് ഈ വെലോസിറ്റീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 3 പേരും നമ്മളെ കണക്ഷൻ ഇങ്ങനെ ആയിരിക്കും 1:1:1.224. ദാറ്റ് ഈസ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും സെയിം ആവും. ക്ലിയർ? അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ദാറ്റ് ഈസ് അഡ്വാൻസിൻ്റെ ക്ലാസ് ഡിസ്കഷനിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കോളൂ, ഈ 2 ഗ്രാഫും ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് സിമെട്രിക്കൽ ഗ്രാഫ് അല്ല ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ ഇത് തന്നിരിക്കുന്നത് സിമെട്രിക്കൽ ഗ്രാഫാണ്. സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക വെലോസിറ്റി സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ റേഷ്യോ വിൽ ബി 1:1:1.224. ക്ലിയർ ആയിട്ടുണ്ടോ പറഞ്ഞേക്കണേ? അപ്പോൾ ഇത് 3 വെലോസിറ്റീസിൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻ്റ് ചെയ്യണം. ഇത് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രാഫാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഗ്യാസ് മോളിക്യൂൾസിന് എക്സിബിറ്റ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് വെലോസിറ്റി. നമ്മൾ ഗ്യാസ് മോളിക്യൂൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്ന 3 ടൈപ്സ് ഓഫ് വെലോസിറ്റീസ്: മോസ്റ്റ് പ്രോബബിൾ, ആവറേജ്, RMS. ഓക്കെ, ശരി. നമ്മളിനി അടുത്തതിലേക്ക് പോകുന്നത് വെച്ചാൽ ഈ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ പഠിക്കാൻ പോവാം. നമ്മൾ കുറേ ഗ്യാസ് ലോസ് പറഞ്ഞു. ദാറ്റ് ഈസ് ബോയിൽസ് ലോ പറഞ്ഞു, ചാൾസ് ലോ പറഞ്ഞു, ആവോഗാഡ്രോസ് ലോ പറഞ്ഞു. ഈ ലോസിനൊക്കെ ബേസ് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. PV = nRT. ഓക്കെ, ഇക്വേഷൻ്റെ പേരെന്തായിരുന്നു? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. So this equation was derived on the basis of Boyle's law, Charles' law and Avogadro's law. Okay, അങ്ങനെ ഡിറൈവ് ചെയ്ത് വെച്ച ഇക്വേഷനാണ് PV = nRT. ഇക്വേഷൻ്റെ പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ.
അപ്പോൾ നമ്മൾ ഗ്യാസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓക്സിജൻ ഗ്യാസ് ആണ്, നൈട്രജൻ ഗ്യാസ് ഉണ്ട്, ഹീലിയം ഗ്യാസ് ഉണ്ട്, മീത്തേൻ ഗ്യാസ് ആണ്. സോ ഓൾ ദീസ് ആർ ഗ്യാസസ്. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസസിന് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ, ഇഫ് യു ആർ അപ്ലൈയിങ് ദിസ് പി വി ഈക്വൽ ടു NRT ടു ഓക്സിജൻ ഗ്യാസ്, ദിസ് ഇക്വേഷൻ ഈസ് ഫൗണ്ട് ടു ബിക്കം റോങ്. ആ ഇക്വേഷൻ ഈ ഗ്യാസ് ഒബേ ചെയ്യില്ല. സപ്പോസ് ഒരു ഗ്യാസ് പി വി ഈക്വൽ ടു NRT ഒബേ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് ആദ്യം മനസ്സിലാക്കുക. ഇഫ് എ ഗ്യാസ് ഈസ് സപ്പോസ് ടു, ഓർ ഇഫ് എ ഗ്യാസ് ഈസ് സെറ്റ് ടു ബി, ഓർ ഇഫ് ഇറ്റ് ഈസ് ഒബേയിങ് പി വി ഈക്വൽ ടു NRT, ദാറ്റ് മീൻസ് നമ്മളടുത്ത ഓക്സിജൻ ഗ്യാസ് അല്ലേ, ഒരു സാമ്പിൾ ഓഫ് ഓക്സിജൻ ഗ്യാസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് N മോൾസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ 2 മോളോ 2 മോൾസോ 3 മോൾസോ 4 മോൾസോ, സപ്പോസ് ദർ ആർ N മോൾസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ലെറ്റ് ഇറ്റ് ബി 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ N മോൾസ് ഓഫ് ഗ്യാസ് ഉണ്ട് T എന്ന ടെമ്പറേച്ചറിൽ. അപ്പോൾ നമുക്ക് NRT എന്നൊരു ഫാക്ടർ കിട്ടൂലേ? N കോൺസ്റ്റൻ്റ് അല്ലേ? ഇപ്പോൾ ഇഫ് യു ഹാവ് 2 മോൾസ് ഓഫ് ഗ്യാസ്, there will be 2 moles of gas. So N ഉണ്ട്, R കോൺസ്റ്റൻ്റ് ആണ് ഓൾറെഡി, ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് N ഇൻറ്റു R ഇൻറ്റു T, there will be a value, റൈറ്റ്? ഈ ഗ്യാസിന് പ്രഷർ ഉണ്ടാവും, വോളിയം ഉണ്ടാവും. ഇപ്പോൾ T എന്ന ടെമ്പറേച്ചറിൽ ഓക്സിജൻ ഗ്യാസിൻ്റെ പ്രഷറും വോളിയം എത്രയാണ് നമ്മൾ മെഷർ ചെയ്തു? ആ പ്രഷറും വോളിയം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. സോ യു ഗോട്ട് P ഇൻറ്റു V. So we have a product of pressure and volume. We have N into R into T. അപ്പോൾ ഈ N into R into T ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ മസ്റ്റ് ബി ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദ ഗ്യാസ് ഒബേസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് N into R into T. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ N into R into T ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് കിട്ടുന്ന വാല്യൂ P into Vന് ഈക്വൽ ആയാൽ നമുക്ക് പറയാം ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ട്. പറഞ്ഞത് ശരിക്കും മനസ്സിലായല്ലോ? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക എന്താണ്. അപ്പോൾ ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്തു എന്ന് പറഞ്ഞാൽ പി വി ഈക്വൽ ടു NRT എന്നായിരിക്കണം. അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം മസ്റ്റ് ബി ഈക്വൽ ടു N ഇൻറ്റു R ഇൻറ്റു T. ക്ലിയർ ആയല്ലോ? പക്ഷേ നോർമൽ കണ്ടീഷനിൽ ഞാൻ ഓക്സിജനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വെച്ചിട്ട് ഓക്സിജൻ്റെ P ഇൻറ്റു V മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് വോണ്ട് ബി ഈക്വൽ ടു N ഇൻറ്റു R ഇൻറ്റു T. ഓക്കെ, അപ്പോൾ P ഇൻറ്റു Vൻ്റെയും പ്രോഡക്റ്റ് N-നും R-ൻ്റെ T-ന് ഈക്വൽ അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് there are some gases which obey ideal gas equation and there are gases which do not obey PV equal to NRT. ചില ഗ്യാസിന് P ഇൻറ്റു Vൻ്റെ പ്രോഡക്റ്റ് N ഇൻറ്റു R-ൻ്റെ T-ന് ഈക്വൽ അല്ലാണ്ട് വരും. അപ്പോൾ 2 ടൈപ്പ് ഗ്യാസ് ക്ലിയർ ആയല്ലോ? P ഇൻറ്റു V, അതായത് പി വി ഈക്വൽ ടു NRT ഒബേ ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കാം? ഐഡിയൽ ഗ്യാസ്. പറഞ്ഞു വന്നത് പി വി ഈക്വൽ ടു NRT എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഗ്യാസ് ഈ ഇക്വേഷൻ ഒബേ ചെയ്യാം, ഒബേ ചെയ്യാണ്ടിരിക്കാം. ഒബേ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബേ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഗ്യാസ് പി വി ഈക്വൽ ടു NRT ഒബേ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ NRTൻ്റെ പ്രോഡക്റ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. Okay, based on this we can classify gases into 2 categories. അപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ഗ്യാസിനെ 2 കാറ്റഗറീസിലായിട്ട് ഇൻക്ലൂഡ്, ദാറ്റ് ഇസ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വി ഹാവ് 2 ടൈപ്സ് ഓഫ് ഗ്യാസസ്. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി ഈസ് ഐഡിയൽ ഗ്യാസ്. സെക്കൻഡ് കാറ്റഗറി ഈസ് നോൺ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ആൻഡ് നോൺ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ എന്താ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? പി വി ഈക്വൽ ടു NRT. ഇഫ് എ ഗ്യാസ് ഒബേസ് പി വി ഈക്വൽ ടു NRT, then the gas is said to be ideal gas. അപ്പോൾ പി വി ഈക്വൽ ടു NRT എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്യാസിനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ദ ഗ്യാസ് വിച്ച് obeys പി വി ഈക്വൽ ടു NRT or ideal gas equation, then it's said to be ideal gas. പി വി ഈക്വൽ ടു NRT ഒബേ ചെയ്യാത്ത, പി വി നോട്ട് ഈക്വൽ ടു NRT എന്നാണെങ്കിൽ, ദാറ്റ് ഈസ് NRTൻ്റെ പ്രോഡക്റ്റ് പി ഇൻറ്റു വിന് ഈക്വൽ അല്ലാണ്ട് വന്നാൽ നമ്മൾ പറയും ദ ഗ്യാസ് ഡസ് നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ദിസ് ഗ്യാസ് ഇസ് നോൺ ആസ് നോൺ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഇത് ഇറ്റ് ഡസ് നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഇറ്റ്
ഒബേസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇൻഫാക്റ്റ് ആക്ച്വലി എന്താ സംഭവിച്ചാൽ നമുക്ക് കുറേ ഗ്യാസ് ഉണ്ട്. നമ്മളിപ്പോൾ ഓക്സിജൻ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഇങ്ങനെ ഏത് ഗ്യാസ് എടുത്താലും all these gas are coming under the category of non-ideal gases. മനസ്സിലായോ? ഇപ്പം നമ്മൾ പി വി കോഡ് NRT എന്നൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. അത് ഒബേ ചെയ്യുന്ന ഗ്യാസ് ഉണ്ട്, ഇല്ലാത്ത ഗ്യാസ് ഉണ്ട്. പക്ഷേ എന്താണ് ഫാക്ട് എന്ന് വെച്ചാൽ നോ ഗ്യാസസ് ഒബേ പി വി ഈക്വൽ ടു NRT അണ്ടർ നോർമൽ കണ്ടീഷൻസ്. നമ്മുടെ കയ്യിലുള്ള ഒരൊറ്റ ഗ്യാസും ഒരു ഗ്യാസും പി വി ഈക്വൽ ടു NRT ഒബേ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അത് ഇമാജിനറിയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് റിയൽ ആയിട്ടുള്ള ഗ്യാസസ്, ദാറ്റ് ഈസ് ആക്ച്വലി ഉള്ള ഗ്യാസ് എല്ലാം, all gas exist are typically non-ideal. അപ്പോൾ നമുക്ക് അതിന് ഇതിൻ്റെ വേറൊരു പേര് പറയാം, they are real gases. ഇതെന്തുവാ, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്, ഇങ്ങനൊരു ഗ്യാസ് ഉണ്ടെന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഓക്കെ, അത് ചില കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരോ ചില കണ്ടീഷൻസിൽ ഈ കണ്ടീഷൻ ആണെങ്കിൽ ഗ്യാസ് ഐഡിയൽ ആണെന്ന് പറയാനേ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഉള്ള ഗ്യാസൊക്കെ എന്താണ്, നോൺ ഐഡിയൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് വിളിക്കാം, റിയൽ ഗ്യാസ്. ഇത് ജസ്റ്റ് ഇമാജിനറി മാത്രമാണ്. ചില കണ്ടീഷൻസിൽ നമുക്ക് ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ. രണ്ട് ഗ്യാസസ്, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ. ഐഡിയൽ ഗ്യാസ് ഒബേ PV equal to NRT, നോൺ ഐഡിയൽ ഗ്യാസ് does not obey PV equal to NRT or ideal gas equation. Since all the gas exists are non-ideal, they are also known as real gas. All real gases are non-ideal gases. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, PV equal to NRT ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഗ്യാസ് ഒബേ ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ, ഹീലിയം, ഈ പറഞ്ഞ റിയൽ ഗ്യാസസ്, നമ്മുടെ കയ്യിലുള്ള ഗ്യാസസ്, ഈ റിയൽ ഗ്യാസസ് എന്തുകൊണ്ട് PV equal to NRT ഒബേ ചെയ്യുന്നില്ല? വൈ ദേ ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ? ഐഡിയൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയാൽ നമ്മൾ പറയും ദ ഗ്യാസ് ഈസ് ബിഹേവിങ് ഐഡിയലി, ഇറ്റ് ഈസ് എൻ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് റിയൽ ഗ്യാസ് ഐഡിയൽ നേച്ചർ കാണിക്കുന്നില്ല, ഐഡിയൽ ബിഹേവിയർ എന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു? എന്തുകൊണ്ട് അവർ നോൺ ഐഡിയലായിട്ട് മാറുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ PV equal to NRT ഒബേ ചെയ്യുന്നില്ല എന്ന് സ്റ്റഡി ചെയ്ത സയൻറ്റിസ്റ്റ് വാൻഡർവാൾ. ഓക്കെ, he studied the reason, what is the reason behind the deviation of real gases from ideal behavior. എന്തുകൊണ്ട് റിയൽ ഗ്യാസ് ഐഡിയൽ നേച്ചർ എന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ PV equal to NRT ഒബേ ചെയ്യുന്നില്ല എന്ന് പുള്ളിക്കാരൻ സ്റ്റഡി ചെയ്തു. അപ്പോൾ കുറേ സ്റ്റഡീസിൻ്റെ ഫലമായിട്ട് he realized or he make out that the deviation of real gases, റിയൽ ഗ്യാസിൻ്റെ ഡീവിയേഷൻ, അത് PV equal to NRT ഒബേ ചെയ്യാത്തതിന് കാരണം it is mainly due to two faulty assumptions in kinetic theory. നമ്മൾ ഓൾറെഡി ഒരു കൈനറ്റിക് തിയറിയിലെ കുറേ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ തിയറി ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, ഓൾ ദീസ് ആർ സിമ്പിൾ അസംഷൻസ് ഓൺലി. ഒക്കെ തിയററ്റിക്കൽ പ്രൂഫ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ അസംഷൻസ് ആണ് ഈ കൈനറ്റിക് തിയറി പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും. മനസ്സിലായല്ലോ. അതിൽ ഈ കൈനറ്റിക് തിയറിയിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പഠിച്ച ഗ്യാസ് ലോസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ, ആവഗഡ്രോസ് ലോ, ഗാലുസാക്സ് ലോ, ഈച്ച് ആൻഡ് എവറി ഗ്യാസ് ലോസ് ആർ ബേസ്ഡ് ഓൺ ദിസ് കൈനറ്റിക് തിയറി. നമ്മളെ ഗ്യാസിൻ്റെ ബൈബിളെന്ന് പറയാം. ഇത് ഗ്യാസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഈ കൈനറ്റിക് തിയറിയിൽ നിന്നാണ്. ഓക്കെ, ഓൾ ദീസ് ഗ്യാസ് ലോസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ, ആവഗഡ്രോസ് ലോ, എക്സെട്ര ആർ ബേസ്ഡ് ഓൺ കൈനറ്റിക് തിയറി. ഓക്കെ, കൈനറ്റിക് തിയറിയിലെ പോയിൻറ്റ്സ് ഒക്കെ അസംഷൻസ് ആണെന്ന് പറഞ്ഞു. ഈ അസംഷൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ, ഓക്കെ, ഈ പറഞ്ഞ കൈനറ്റിക് തിയറിയിലെ എല്ലാ അസംഷൻസും കറക്റ്റ് ആണെങ്കിൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, ആവഗഡ്രോസ് ലോ ഇതൊക്കെ കറക്റ്റാണ്. ഈ പോയിന്റ് ശരിക്കും മനസ്സിലാക്കിക്കോട്ടോ. കൈനറ്റിക് തിയറിയിൽ പറഞ്ഞേക്കുന്ന എല്ലാ അസംഷൻസും അല്ലെ എല്ലാ പോയിൻറ്റ്സും കറക്റ്റ് ആണെങ്കിൽ ഈ ലോസ് എല്ലാം കറക്റ്റാണ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ ലോസ് എന്ന് ഈ പറഞ്ഞ ലോയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് PV equal to NRT. This equation was derived on the basis of Boyle's law, Charles' law and Avogadro's law, and these are based on KTG, that is kinetic theory of gas. Clear alle? PV equal to NRT was obtained from
gas laws. Gas laws are based on kinetic theory of gas. അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയുകയാണെങ്കിൽ, if the points in kinetic theory of gases are correct, then these laws are correct. Then the equation is correct. The gas must obey PV equal to nRT. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റ് ആണെങ്കിൽ ഇതും കറക്റ്റാണ്. അപ്പോൾ ഗ്യാസ് എന്ത് ചെയ്തിരിക്കണം? PV equal to nRT ഒബേ ചെയ്തിരിക്കണം. പക്ഷെ എന്താ റിയലായിട്ട് നമ്മൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഗ്യാസസ് ആർ നോട്ട് ഒബേയിങ് PV equal to nRT. അപ്പോൾ മനസ്സിലായത് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. ഓക്കെ, ലോസിനല്ല പ്രശ്നം, ലോസ് എന്തിനാണോ ഉണ്ടാക്കിയത് അതിനാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ വാൻ ഡെർ വാൾസ് pointed out that there are two faulty assumptions in kinetic theory of gas. അപ്പോൾ രണ്ട് അസംഷൻസ് റോങ് ആണ്, തെറ്റിപ്പോയി. ആ കാരണം കൊണ്ടാണ്, ആ ടു റീസൺസ് കൊണ്ടാണ്, ടു അസംഷൻസ്, there are two faulty assumptions, there are two wrong assumptions in kinetic theory. That is why real gases do not obey PV equal to nRT. കാര്യം ശരിക്കും മനസ്സിലായല്ലോ. അപ്പോൾ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കാത്തതിന് കാരണം PV equal to nRT, ideal gas equation, was obtained from gas laws which are based on kinetic theory of gases. Okay, so gases do not obey PV equal to nRT because of two faulty assumptions made by kinetic theory of gases. എന്തൊക്കെയാണ് faulty assumptions? അതൊക്കെ അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞേക്കണേ. അപ്പോൾ ഫോൾട്ടി അസംഷൻ നമ്മൾ കൈനറ്റിക് തിയറിയിൽ കുറേ പോയിന്റ്സ് പറഞ്ഞു. അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ ശരിക്കും. അപ്പോൾ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്തതിന് കാരണം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് അതിലുള്ള രണ്ട് ഫോൾട്ടി അസംഷൻസ് ആണ്. അപ്പോൾ നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ കുറേ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഗ്യാസസ് ആർ മേഡ് അപ്പ് ഓഫ് സിമ്പിൾ, ഓൾ ഗ്യാസസ് ആർ മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ ആണ്, മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെ കൊളൈഡ് ചെയ്യും. അങ്ങനെ കുറേ പോയിന്റ്സ് പറഞ്ഞു. അതിലൊരു പോയിന്റ് ആയിരുന്നു volume of a single gas molecule. Volume of single gas molecule is negligibly small. Negligibly volume of a single gas molecule is negligibly small as compared to the total volume of gas. അങ്ങനൊരു പോയിന്റ് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ ആണ് എന്ന് കൈനറ്റിക് തിയറി പറയുന്നുണ്ട്. രണ്ടാമത്തെ ഫോൾട്ടി അസംഷൻസ് എന്താ പറഞ്ഞാൽ ദർ ഇസ് നോ ഇൻറ്ററാക്ഷൻ. പോയിന്റ് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ദർ ഇസ് നോ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് കൺസിഡർ ചെയ്താൽ ഈ ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്ക് ദർ ഇസ് നോ അട്രാക്ഷൻ, നോ റിപ്പൽഷൻ. അട്രാക്ഷനും ഇല്ല, റിപ്പൽഷനും ഇല്ല എന്നാണ് നമ്മളെ കൈനറ്റിക് തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഫോൾട്ടി അസംഷൻസ്. ഒന്ന്, വോളിയം ഓഫ് എ സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിളി സ്മോൾ ആസ് കമ്പയർ ടു ടോട്ടൽ വോളിയം. രണ്ട്, ദർ ഇസ് നോ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ രണ്ട് പോയിന്റും മനസ്സിൽ വയ്ക്കുക. നോക്കിക്കോ, ഈ രണ്ട് പോയിന്റും കറക്റ്റ് ആണെങ്കിൽ PV equal to nRT കറക്റ്റ് ആണ്. ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യും. മനസ്സിലാക്കേണ്ട പോയിന്റ് അതാ. ബാക്കി എല്ലാ അസംഷൻസും കറക്റ്റാണ്, ഇത് രണ്ടുമാണ് തെറ്റിപ്പോയത്. ഈ പോയിന്റ്സും കൂടെ ശരിയായിരുന്നെങ്കിൽ, ഈ രണ്ട് പോയിന്റ്സും കൂടെ കറക്റ്റ് ആയിരുന്നുവെങ്കിൽ PV equal to nRT കറക്റ്റാണ്. ഗ്യാസ് PV equal to nRT ഒബേ ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഞാൻ നോക്കാൻ പോവാം. നമ്മളിലൊരു കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, അതിൽ ഗ്യാസിൻ്റെ വോളിയം ഇപ്പോൾ വോളിയം ഓഫ് ഗ്യാസ് ഈസ് വെരി ഹൈ. ഗ്യാസിൻ്റെ വോളിയം വളരെ വളരെ ഹൈ ആണ്. വോളിയം വളരെ ഹൈ ആകുമ്പോൾ പ്രഷർ എന്തായിരിക്കും? വളരെ ലോ. ക്ലിയർ? അപ്പോൾ ദ പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് നൗ വെരി ലോ ആൻഡ് ദ ഗ്യാസ് ഈസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ കണ്ടീഷൻസ് ഓർത്തോ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ദ ഗ്യാസ് ഈസ് നൗ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഗ്യാസിൻ്റെ പ്രഷർ വേണമെങ്കിൽ വെരി ലോ എന്ന് എടുക്കാൻ നിങ്ങൾക്ക്, വെരി ലോ പ്രഷർ, വളരെ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ് ഇപ്പോൾ ഗ്യാസ് ഇരിക്കുന്നത്. അപ്പോൾ പ്രഷർ
വളരെ കുറവാണെങ്കിൽ ഗ്യാസിൻ്റെ വോളിയം വളരെ ഹൈ ആയിരിക്കില്ലേ? ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇസ് നൗ വെരി ഹൈ. ദാറ്റ് ഈസ് ഇതൊരു 2 ലിറ്റർ ഗ്യാസാണെന്ന് വിചാരിക്കുക. നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു 2000 ml ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം. ഞാൻ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം കമ്പയർ ചെയ്യാം. 0.002 ml. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്ക്. ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം, ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം. ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം 0.002 ml, ഇത് 2000 ml. This value is negligibly small. ഓക്കെ, വോളിയം വളരെ ഹൈ അല്ലേ? ഗ്യാസിൻ്റെ വോളിയം വളരെ ഹൈ ആണ്. ദാറ്റ് ഈസ് പ്രഷർ വളരെ കുറവാണ്. ടെമ്പറേച്ചറും വളരെ ഹൈ ആണ്. ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ വെലോസിറ്റി കൂടുമെന്ന് പഠിച്ചിട്ടില്ല നമ്മൾ. വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഗ്യാസ് മോളിക്യൂൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പേർക്കിടയിൽ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ കൂടുതലല്ലേ? എന്താ കാരണം? വോളിയം വളരെ ഹൈ ആണ്. അപ്പോൾ ഒരു വലിയൊരു കണ്ടെയ്നറിനകത്ത് നിങ്ങൾ കുറച്ച് ഗ്യാസ് ഫില്ല് ചെയ്താൽ ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്കുള്ള ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ക്ലിയർ? അപ്പോൾ ഈ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് വളരെ കൂടുതലുമാണ്, ഗ്യാസിൻ്റെ സ്പീഡ് വളരെ കൂടുതലുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്ക് അട്രാക്ഷനോ റിപ്പലഷനോ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയല്ലോ? വോളിയം ഹൈ ആണ്, ടെമ്പറേച്ചറും ഹൈ ആണ്. ദാറ്റ് ഈസ് ലോ പ്രഷറാണ്, ടെമ്പറേച്ചർ ഹൈ ആണ്. അപ്പോൾ വോളിയം വളരെ കൂടുതലായിരുന്നാൽ എന്ത് സംഭവിക്കും? ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് വളരെ കൂടും. ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന സ്പീഡും കൂടും. അങ്ങനെ വരുമ്പോൾ രണ്ട് ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്ക് ഒരു കാരണവശാലും അട്രാക്ഷനോ റിപ്പൽഷനോ ഡെവലപ്പ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശരിയല്ലേ ഇപ്പോൾ? അല്ലേ? ദാറ്റ് ഈസ് ഇപ്പോൾ കണ്ടീഷൻ എന്തായിരുന്നു? വെരി ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം ഗ്യാസിൻ്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ ആണ്. ഫസ്റ്റ് അസംഷൻ ഈസ് കറക്റ്റ്. ഓക്കെ, രണ്ടാമത് പറഞ്ഞു നമ്മൾ വോളിയം കൂടുതലാണ്, ടെമ്പറേച്ചറും കൂടുതലാണ്. അപ്പോൾ രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് ഇടയ്ക്ക് അട്രാക്ഷനും ഇല്ല, റിപ്പൽഷനും ഇല്ല. ദർ ഇസ് നോ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. സെക്കൻഡ് അസംഷനും കറക്റ്റാണ്. എന്താ കണ്ടീഷൻ? ഗ്യാസ് ഈസ് അറ്റ് വെരി ലോ പ്രഷർ ആൻഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഈ കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങളൊരു ഗ്യാസിനെ കീപ്പ് ചെയ്തേക്കുന്നത് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ആണെങ്കിൽ കൈനറ്റിക് തിയറിയിൽ പറയുന്ന ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റാണ്. ഞാൻ തൊട്ട് മുന്നൊരു പോയിന്റ് പറഞ്ഞു. കൈനറ്റിക് തിയറിയിലുള്ള എല്ലാ പോയിന്റ്സും കറക്റ്റ് ആണെങ്കിൽ PV = NRT കറക്റ്റ് ആണ്. ഗ്യാസ് മസ്റ്റ് ഒബേ PV = NRT. അപ്പോൾ കണ്ടീഷൻ ഇങ്ങനെ ആയപ്പോൾ, ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറും ആയപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം, അസംഷൻസ് എല്ലാം കറക്റ്റായി. അപ്പോൾ PV = NRT എന്ന ഇക്വേഷനും കറക്റ്റാണ്. എല്ലാ ഗ്യാസും PV = NRT ഒബേ ചെയ്യും. ഓക്കെ, ഓൾ ഗ്യാസസ് ഒബേ PV = NRT. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ എല്ലാ ഗ്യാസും PV = NRT ഒബേ ചെയ്യുന്ന ഓൾ ഗ്യാസസ് ബിക്കംസ് ഐഡിയൽ ഗ്യാസ് ഓർ ഓൾ ഗ്യാസസ് ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസ് അറ്റ് വെരി ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഒരു ഗ്യാസ് ഐഡിയലായിട്ട് മാറണമെങ്കിൽ ഗ്യാസിൻ്റെ പ്രഷർ വളരെ കുറവായിരിക്കണം, ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കണം. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? So all gases behave like ideal gas at very low pressure and high temperature. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഓക്കെ, ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് വിൽ ബി ഇൻ നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ.